അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൻ്റെ ജീവൻ നിലനിർത്താൻ ഏറ്റവും അഭിവാജ്യമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ് അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ ദൂതരിലുമുള്ള വിശ്വാസം. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക, ആ കൽപ്പനകളെ ശിരസാവഹിക്കുക എന്നത് വളരെ അനിവാര്യമാണ്. എന്നാൽ സമൂഹം പലരാലും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് റബീഉൽ അവ്വൽ മാസം എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മത്ത്, അവിടുന്നിൻ്റെ ബറക്കത്ത് ഇങ്ങനെ കിട്ടാൻ, ഇങ്ങനെ കൊതിക്കാൻ പ്രത്യേക രൂപത്തിലുള്ള ആഘോഷങ്ങൾ, ആചാരങ്ങൾ ആചരിക്കപ്പെടണം, ആഘോഷിക്കപ്പെടണം എന്നതാണ്. ആ ഒരു രീതി ഒരിക്കലും ഇസ്ലാമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട് അവൻ്റെ തൃപ്തിയോടെ നമുക്ക് പൂർത്തിയാക്കി തന്ന ദീനാകുന്ന അനുഗ്രഹത്തിൽ അനാചാരങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു അമൽ, ഒരു പ്രവൃത്തി ചെയ്ത് അവിടുന്ന് പിൻപറ്റുക എന്ന രീതി ഇസ്ലാമിലില്ല. മറിച്ച് അവിടുന്നിൻ്റെ ചര്യയെ മുറുകെ പിടിക്കുക, അത് അനുധാവനം ചെയ്യുക എന്നതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ കണിശമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിക വചനമോദി നമ്മെ ഉണർത്തിയ കാര്യമാണ് ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്നവർ, അവരെ മുസീബത്ത് ബാധിക്കും എന്ന് പേടിക്കട്ടെ. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഈ മുസീബത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കുഫറിൽ പെടുക, അല്ലെങ്കിൽ മുനാഫിഖായി മാറ്റപ്പെടുക, അല്ലെങ്കിൽ ബിദ്അത്തിൽ ചെന്ന് ചാടുക എന്നതാണ്. വലിയ പേടിയോടെ നമ്മൾ കാണേണ്ട വിഷയമാണ്. സഹോദരങ്ങളെ, ലോകത്ത് ഹിജറ 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കൾ ആരംഭിച്ചതും പിന്നീട് ഹിജറ 7-ാം നൂറ്റാണ്ടിൽ സൂഫികൾ വലിയ രൂപത്തിൽ കൊണ്ടുവന്ന് ആചരിച്ചു പോരുകയും ചെയ്ത ഒരു കാര്യമാണ് മീലാദ് ആഘോഷം എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ അവിടുന്ന് നിർദ്ദേശിച്ചിട്ടില്ല, ഖുർആനിൽ എവിടെയും ഇല്ല. ഉത്തമ തലമുറയിൽ ജീവിച്ചവർ അത് പരിചയിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നമുക്ക് ഈ രൂപത്തിലൊരു അനാചാരം സ്വീകരിക്കേണ്ട സാഹചര്യം? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് യഥാർത്ഥ പ്രവാചക സ്നേഹം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, പിൻപറ്റുക, അനുധാവനം ചെയ്യുക എന്നതാണ്. അതിൻ്റെ പല വഴികളും ഇസ്ലാമിലുണ്ട്. ദിക്റായി, പ്രാർത്ഥനയായി, ആരാധനാ കർമ്മങ്ങളായി, സ്വതക്കയായി, നന്മ ചെയ്യലായി, പല നിലക്കും വ്യാപിച്ചു കിടക്കുന്ന ഒരു ലോകമാണത്. ആ ലോകത്തേക്ക് പ്രവേശിക്കുകയും അതിനേക്കാൾ ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന, നാം നിലനിർത്തുന്ന നബിചര്യയെ പൊളിച്ചു കളയുന്ന, അതിൻ്റെ എതിരായിട്ടുള്ള ബിദ്അത്തുകളെ, അനാചാരങ്ങളെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണുകയും ചെയ്യണം. സമൂഹത്തിൻ്റെ പിന്നാലെ ഒഴുകിയാൽ ചപ്പ് ചവറുകൾ മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചു പോകുന്ന പോലെ സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞ് ഇല്ലാതെയാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതിനെ പേടിയോടുകൂടി കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.